നമ്മുടെ ഹനാൻഷയും കൂട്ടരും ഒരു പ്രോഗ്രാമിന് പോയി പുറത്തെങ്ങോണ്ട് ആണ് തോന്നുന്നു GCC കൺട്രീസിൽ ദമാമിലാണ് തോന്നുന്നു. ദമാമിലെങ്ങാണ്ട് ഒരു പ്രോഗ്രാമിന് പോയി കുറച്ച് ദിവസമായി. അപ്പം അവര് കുറച്ച് പാട്ടും പറയെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോയതെന്ന് പറയുന്നു. ബ്രോ എന്ത് ചെറ്റത്തിൽ പറയണേ പാട്ടും പറയുന്നു. പാട്ടിനെയും എന്തോ ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ സംസാരിക്കും. ഇൻഫ്ലുവൻസർ ആണോ ഓക്കെ, ബട്ട് നാവിനെല്ലാണല്ലോ വന്നത്. അപ്പോൾ എനിക്ക് പാട്ട് പാടാൻ പറ്റത്തില്ല, സോറി, നമുക്ക് നെക്സ്റ്റ് കാണാം എന്ന് പറഞ്ഞ് എന്തോ ഒരു ചിറ പുഞ്ചി കാലിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞിട്ട് പോയി. ചിറാപ്പൂഞ്ചി മഴയത്ത് ബാക്കി പിന്നെന്താ പാടിയേ? കാലിൻ്റെ ഇടയിൽ. ഇതൊന്നും കോമഡിയാണ്. ഇതൊക്കെ ആരാ എന്നോട് പറഞ്ഞ കോമഡിയാണെന്ന്? ഇമാതിരി വെറുപ്പിക്കണ കണ്ടൻ്റൊക്കെ. അതിന് താഴെ തന്നെ എന്താ പറയുക ഹെയ്റ്റ് കമൻ്റ് വരുന്ന അറിയുമോ? നീ മറ്റവനെ ഹെയ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ, പക്ഷെ നിന്നെയാണല്ലോ ഹെയ്റ്റ് ചെയ്യണം. അത് നീ ഓർക്കട്ടെ. ഇത് കഴിഞ്ഞ് ഈഗിൾ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട കാര്യമാണ്. നമസ്കാരം ദോസ്തോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എനിക്ക് പറയാനുള്ള കാര്യം ഇത് പറയണം. കാരണം ലൈക്ക് ഞാൻ ബാങ്ക് കൊണ്ട് നടക്കുന്ന ആളാ. സോ ഈ ഫീൽഡ് ഞങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ പറയാം, ഇതെനിക്ക് പറയണം. ഇതെനിക്ക് കോൺട്രവേഴ്സി ആയാലും എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഹനാൻഷോയുടെ കുറച്ച് വികൃതികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ കുടുംബസംഗമത്തിൽ ഇതിലേറെ നല്ല മൈക്ക് കിട്ടും. അഹങ്കാരമാ ഹനാൻഷോ? അഹങ്കാരോ? ഞാൻ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒറ്റ കാര്യം കഴിച്ച് നിങ്ങൾ ഞാൻ പറയാം. ഒരു കോൺസേർട്ട് നടത്തുക എന്നുള്ളൊരു കാര്യം പറയാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. അത് ഈ റൂമിൽ ഇരുന്നാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് വെളിയിൽ ഇരുന്ന് റീൽസ് മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പോണതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതായത് എന്താ പറയാ, ഇന്നിയേഴ്സ് ഞാൻ വെച്ചേക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതിനകത്തൂടെ, അതായത് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം. നിങ്ങൾ പാട്ട് പാടുന്നത് നിങ്ങൾ ഈഗിൾ പറഞ്ഞ കാര്യം 100% ശരിയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എനിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കും കൃത്യമായിട്ട് അറിയില്ല ഒരു മ്യൂസിക് സിസ്റ്റം എത്രത്തോളം അഡ്വാൻസ്ഡ് ആണെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ് വേണമെന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല. ഒരു കാര്യം പറയട്ടെ, ഇത് അവിടെയുള്ള സിസ്റ്റം വെച്ച് ഇപ്പോൾ ഹനാൻഷ പാടിക്കഴിഞ്ഞാൽ അത് നാളെ ഈ ലോകം മുഴുവൻ ട്രോളി നടക്കും. അതങ്ങനെ തന്നെയാണ്. സൗണ്ടില്ല, അല്ലെങ്കിൽ ഹനാൻഷ ഫീൽഡ് ഔട്ടായി, ഇപ്പോൾ പണ്ടത്തെ പാട്ട് അത്രയും രസമില്ല, അതൊക്കെ പറഞ്ഞ ആളുകൾ വരും. അത് സത്യമാണ്. അഷ്കറിന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എങ്കിലും മിണ്ടാതിരിക്കുക. അറ്റ്ലീസ്റ്റ് എന്നാൽ തുടക്കം തൊട്ട് പറയാം. പിന്നെ കുറച്ച് അഷ്കർ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കുറച്ചും കൂടെ മാന്യമായിട്ട് സംസാരിക്കാൻ നോക്കുക. അപ്പോൾ ഇത് യൂട്യൂബാണോ ഓക്കെ, ഇൻഫ്ലുവൻസറാണ്, അതൊക്കെ അറിയാം. ബട്ട് നമ്മൾ സംസാരിക്കുന്നതിൽ കൃത്യമായിട്ട് വാക്കുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. ആ പാട്ടിനെ പോലെ ഒരുമാതിരി ആക്കി കളഞ്ഞത്. നല്ല പാട്ടാണല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണ് ആ പാട്ട്, എനിക്കും ഇഷ്ടമാണ്. ആർക്കും ഒന്നും ഇഷ്ടപ്പെടായി ഒന്നുമില്ല. അപ്പം നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അതാണ് എൻ്റെ പ്രശ്നമാണ്. ഈ അഷ്കട്ടയ്ക്ക് വേറൊരു കഥ ഉണ്ട്. മല്ലു അനലിസ്റ്റിൻ്റെ അവിടുന്ന് ഒരു ഊക്ക് കിട്ടിയിട്ടുണ്ട്, ഒരടിപൊളി ഊക്ക്. ചെണ്ടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടെ കണ്ടു കേട്ടോ. ഈ അഷ്കർ ടെക്കിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്കും ബസ്സിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഇതുപോലെ പാട്ടിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം. എന്റെ പേര് ആണ്, എന്റെ വയസ്സ് 13. സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്ന് എന്നോട് ഫുട്ബോൾ കളിക്കാൻ സ്ഥലം അങ്ങോട്ട് കയറി നിൽക്കുന്നു പറഞ്ഞ കണ്ടക്ടർ വയസ്സ് 40. അപ്പൊ ഉപദേശം എന്താണെന്നല്ലേ, നിങ്ങൾക്ക് ബസ്സിലും മറ്റു പൊതു ഇടങ്ങളിലും ഞരമ്പന്മാരെ കൊണ്ട് അഥവാ പെറുവേട്ടുകളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകുമ്പോൾ വീട്ടിലുള്ള ആണുങ്ങളോട് അത് അപ്പൊ തന്നെ പറഞ്ഞേക്കണം. പ്രത്യേകിച്ച് ആൺമക്കളോട്. അതല്ലെങ്കിൽ ഇത് ഈ ടൈപ്പ് വർത്തമാനവുമായി അവർ പിന്നീട് വരുമ്പോൾ മക്കളെ ഉണ്ടാക്കുന്ന സമയത്ത് വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തീർച്ചയായും തോന്നാനിടയുണ്ട്. സംഭവം അറിയാത്തവർക്കായി ചുരുക്കി പറയാം. ഗൗരിലക്ഷ്മി എന്ന വ്യക്തി എന്റെ പേര് പെണ്ണ് എന്ന് തുടങ്ങുന്ന ഒരു പാട്ടിറക്കി. ബസ്സിൽ വെച്ചും ബന്ധു വീട്ടിൽ വെച്ചും ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന സെക്ഷൽ അബ്യൂസുകളാണ് വരികളിൽ. ഒരു വർഷം മുമ്പെങ്ങാണ്ടാണെന്ന് തോന്നുന്നു പാട്ടിറങ്ങിയത്. പാട്ടിനെ കുറിച്ച് അതിന്റെ ആർട്ടിസ്റ്റിക് വാല്യൂവിനെ കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം. പക്ഷെ ചിലർക്ക് അതിന്റെ വരികളാണ് ഇഷ്ടപ്പെടാത്തത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് ഈ അഷ്കർ ടെക്കി പറഞ്ഞുതരും. അതിനായി ഒരു വീഡിയോ തന്നെ മുപ്പിലിറക്കിയിട്ടുണ്ട്. ഈ പാട്ടിനെ, അതായത് ഒരു പെണ്ണ് തനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ ഏതാണ്ട് 10 വയസ്സിലൊക്കെ ബസ്സിൽ വെച്ച് നേരിടേണ്ടി വന്ന അബ്യൂസിനെ പറ്റി പറയുന്ന വരികൾ കാണുമ്പോൾ അതിനെ കളിയാക്കി കേരളത്തിലെ സ്ത്രീ കുറ്റവാളികളുടെ പേരുകൾ എടുത്തു പറഞ്ഞ് ചില പേവേട്ടുകൾ അതിനെ പ്രതിരോധിക്കുകയാണ്. എന്റെ പേര് ജോളി, ചായയിൽ സൈനൈഡ് ഇട്ട് കൊടുക്കും, അതിന്റെ പേര് കുസ്തി. തോം തോം തക്കനക്ക തകതകതും. എന്റെ പേര് ഗ്രീഷ്മ. അതുകൊണ്ട് ആസ്വദിച്ച് ചിരിച്ച് നല്ല തമാശ എന്ന് പറയുകയാണ് അഷ്കർ ടെക്കി. ജോളി, സരിത, ഗ്രീഷ്മ തുടങ്ങിയ സ്ത്രീ കുറ്റവാളികളൊക്കെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇനി പെണ്ണുങ്ങൾ ബസ്സിൽ വെച്ച് അബ്യൂസ് നേരിട്ട് മിണ്ടി പോകരുത് എന്നർത്ഥത്തിൽ. ഒരു തലച്ചോറിൽ ഓട്ട വീണവൻ എഴുതിയത് കണ്ടിട്ട് അതെന്തോ സംഭവമാണെന്ന രീതിയിൽ ചിരിച്ചു മറിയുകയാണ് അഷ്കർ ടെക്കി. അതായത് എങ്ങാനും അഷ്കർ ടെക്കിയുടെ വീട്ടിലെ ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്ന് എനിക്കിന്ന് ബസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഉടനെ അഷ്കർ ടെക്കി ഈ കമന്റ് പൊക്കി വീട്ടിലെ പെണ്ണിനെ കാണിക്കും. ജോളിയും സരിതയും ഗ്രീഷ്മയും എന്നൊക്കെ പറഞ്ഞാൽ ചിരിക്കും. നിന്റെ പേര് പെണ്ണ്, നിന്റെ പ്രശ്നം കഴ വാഴ വെച്ചാൽ മതിയായിരുന്നെന്ന് തോന്നിപ്പോകുമെന്ന് ചുരുക്കം. എന്നാലും ഈ അഷ്കർ ടെക്കിക്ക് ഇതൊന്നും മനസ്സിലാകില്ല. ആ ഒരു തരത്തിലാണ് മൂപ്പരെ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് വളർത്തി വലുതാക്കിയിരിക്കുന്നത്. സൂചി വീണാൽ താഴെ വീഴാത്തത്ര തിരക്കുള്ള ബസ്സായിരുന്നു ഏതാണ്ട് അങ്ങനെയുള്ള ഒരു വരി പാട്ടിലുണ്ട്. അത് കേട്ട് അഷ്കർ ടെക്കി ചോദിക്കുന്നത് എന്തിന് അത്രയും തിരക്കുള്ള ബസ്സിൽ കയറി? എന്റെ പൊന്നു വെച്ച് ഞാൻ ചോദിച്ചത്, ഈ സൂചി കുത്താനിടയില്ലാത്ത ബസ്സിൽ എന്തിന് കയറിയതാ?
അറിയാൻ മേലായിട്ട് ചോദിക്കുകയാണ്. ഞാനൊന്നും കയറൂല, കാരണം ചവിട്ട് കിട്ടിയിട്ട് ചാവും. ഇത് ഞാനാണെങ്കിൽ കയറില്ലായിരുന്നു. തിക്കും തിരക്കിൽ കയ്യും കാലും ആരെങ്കിലും ഇടിച്ചാൽ എനിക്ക് വേദനിക്കുമെന്നാണ്. ഒരു പ്രത്യേകതരം ജന്മമാണ്. നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു ആൺകുട്ടി ഉള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചിന്തിക്കും ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന്. ഞാനും ചിന്തിക്കും, അതിലൊരു സംശയവുമില്ല. അടുത്തത്, ബന്ധു വീട്ടിൽ പോയപ്പോൾ അതുവരെ നല്ല പരിചയക്കാരനായിരുന്ന ഒരു ബന്ധു മോശമായി പെരുമാറിയതിനെ കുറിച്ചാണ് വരികൾ. നമുക്കറിയാം, കണക്കുകൾ പറയുന്നത് കുട്ടികൾ ഏറ്റവും കൂടുതൽ അബ്യൂസ് നേരിടുന്നത് അവർക്ക് അറിയാവുന്ന വ്യക്തികളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ആണെന്ന്. പക്ഷേ അത് അഷ്കറിന് അറിയില്ല. അത് കേട്ട് അഷ്കർ പരിഹസിക്കുന്നത് അപ്പൊ അത്ര വൃത്തികെട്ട കുടുംബമാണോ നിങ്ങളുടേത് എന്നാണ്. ഓർമ്മ വെച്ച നാള് തൊട്ട് കണ്ട ആള് അറിയാതെ വന്ന് തൊട്ടതിന്റെ പേര്. ഇത്രയും വൃത്തികെട്ട ഫാമിലിയാണോ കൊച്ചിന്റെ? പക്ഷെ ഒന്നും അറിയില്ലെങ്കിലും അഷ്കർ അത് പരിഹസിക്കും. ഇനി ആരും ബന്ധുക്കൾ എന്തെങ്കിലും ചെയ്താൽ ഒന്നും മിണ്ടരുത്. കാരണം ഇവനെ പോലുള്ളവർ അത്ര വൃത്തികെട്ട കുടുംബമാണോ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാലോ? നല്ല ചിന്തയല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുട്ടികൾക്ക് ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർ വലുതായി ഇങ്ങനെയുള്ള വർത്തമാനം പറയുമ്പോൾ വാഴ വെച്ച മതിയായിരുന്നു എന്ന് തോന്നിപ്പോകും. ഇതൊന്നും പോരാഞ്ഞ് വേറൊരു ക്ലിപ്പ് കൂടി കാണിച്ചാണ് മൂപ്പർ വീഡിയോ അവസാനിപ്പിക്കുന്നത്. തലച്ചോറിൽ ഓട്ട വീണ മറ്റൊരുത്തന്റെ കോമഡി വീഡിയോ ആണ്. എങ്ങനെ കൊടുത്ത ചെറിയ പൈസ എല്ലാം അങ്ങനെ ജാക്കി വെച്ചിട്ട് അയാൾ സുഖം എടുത്തത് ചിന്തിക്കട്ടെ. അല്ലടാ, അത് ബസ്സിൽ അയാൾ 100 വെച്ച് അയാൾ തന്നിട്ട് അവൻ സങ്കടം അഭിനയിച്ചുകൊണ്ട് വന്ന് പറയുകയാണ്, ചെറുതായിരുന്നപ്പോൾ അവനും ബസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന്. അതോർത്ത് ഇപ്പോഴും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അത് കേട്ട് കൂട്ടുകാരൻ ചോദിക്കും, എന്തിനാ സങ്കടം എന്ന്. അപ്പൊ മറ്റവൻ അബ്യൂസ് ചെയ്തയാളോട് ഒരു 100 രൂപ ചോദിച്ചിട്ട് തന്നില്ല, അതിനാണ് സങ്കടം എന്ന്. സെക്ഷൽ അബ്യൂസിനെ പറ്റിയാണ് കേട്ടോ വീഡിയോ. ഇങ്ങനെയുള്ള കുറെ എണ്ണത്തിനെ ഉണ്ടാക്കുന്ന സമയത്ത് വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് കാണുന്നത് നിങ്ങൾക്ക് തോന്നില്ലേ? അഷ്കട്ടയ്ക്ക് മനസ്സിലായില്ലേന്നറിയില്ല. ബട്ട് ഇതൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ ഞാൻ ഉണ്ടല്ലോ അന്തല്ലാത്തരെന്നേ പറയാൻ പറ്റുള്ളൂ. ഇച്ചിരി ബുദ്ധിയുള്ള ആളൊന്നും ഇങ്ങനെ പറയൂല, ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുക. ഞാൻ ഇത്രയും തരം താന്ന ഇൻഫ്ലുവൻസറിനെ കണ്ടിട്ടില്ല കേട്ടോ. ഷാജഹാനും മറ്റൊന്നും ഓൾറെഡി ഉണ്ട് ഇവിടെ. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇത് ഹനാൻ ഷാനെ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ അതൊന്നൊന്നുമല്ല. കറക്റ്റ് പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാം. അതിൽ കൂടുതൽ കയറി കുണയ്ക്കാൻ നിൽക്കരുത്. അങ്ങനെ കുണച്ച് കഴിഞ്ഞാൽ ഹിറ്റ് ക്യാമ്പയിനായി. ഓൾറെഡി ഇപ്പോൾ ഹനാൻ ഷായ്ക്ക് ഓൾറെഡി ഹിറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാം. കാരണം ഒരാൾ ഒന്ന് മെച്ചപ്പെട്ട് പോവുകയാണെങ്കിൽ ആളുകൾ എന്തായാലും പിന്നിന്ന് കുത്താൻ തുടങ്ങും. അത് എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെ.